ഹായ് ഓൾ, ട്രിഗണോമെട്രി റിവിഷൻ്റെ മറ്റൊരു ക്ലാസ്സാണ് നമ്മൾ പോകുന്നത്. ഇവിടെ 2025 മാർച്ച് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഞാൻ മുൻപ് പറഞ്ഞു തന്നിരുന്നു. 2 ക്വസ്റ്റ്യൻസ് 2025 മാർച്ച് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസാണ് ഇന്നും ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത് പറയാൻ പോകുന്ന ക്വസ്റ്റ്യന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം ഇപ്പോൾ പുതിയ പാറ്റേൺ വന്ന സ്ഥിതിക്ക് ആ ഒരു ക്വസ്റ്റ്യന് വലിയ രീതിയിലുള്ള പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ ഒരു സർക്കിളാണ്, ഈ സർക്കിളിൻ്റെ അകത്തൊരു ട്രയാങ്കിൾ വരികയാണ്. ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ സർക്കിളാണ്, അതായത് സർക്കിളിൻ്റെ സെൻറ്റർ ആണെങ്കിൽ ഇത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൽ നമുക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിനെ ഞാനിപ്പോൾ എ ഡിഗ്രി എന്ന് വിളിക്കുകയാണെന്ന് വിചാരിക്കുക. എ ഡിഗ്രി, ഈ എ ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണല്ലോ എ ബി എന്ന് പറയുന്ന സൈഡ് കിടക്കുന്നത്. ഓക്കെ, എ ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണല്ലോ എ ബി എന്ന് പറയുന്ന സൈഡ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്കിൽ ഈ എ ബിയും ഈ റേഡിയസും ഈ ആംഗിളും തമ്മിലൊരു റിലേഷനുണ്ട്. എന്തൊക്കെ തമ്മിലാണ്? ഈ എ ബി എന്ന് വെച്ചാൽ കോഡാണ്. എ ബി എന്ന് വെച്ചാൽ എന്താ? കോഡ് മാത്രമാണോ? അല്ല, അത് ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും കൂടിയാണ്. ശരിയല്ലേ? ആണ്. അപ്പോൾ കോഡാണ്, അതേപോലെ ട്രയാങ്കിളിൻ്റെ എന്താണ്? ഒരു സൈഡാണ് എ ബി. ആറെന്ന് വെച്ചാൽ എന്താ? റേഡിയസ് സർക്കിളിൻ്റെ ആരം. ഓക്കെ, എ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്ന സൈഡിന് എതിരെയുള്ള വെർട്ടെക്സിൽ കിടക്കുന്ന ആംഗിളാണ്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? എ ബി എന്ന് പറയുന്നത് ഒരു കോഡാണ്, മാത്രമല്ല ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും കൂടിയാണ്. ആറെന്ന് വെച്ചാൽ റേഡിയസ് ആണ്. പിന്നെ എ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന സൈഡിന് അല്ലെങ്കിൽ ആ ഒരു കോഡിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ കിടക്കുന്ന എന്താണ്? ആംഗിളാണ്. ഓക്കെ, ശരി. ഇത് മൂന്നും കൂടെ വെച്ചുകൊണ്ടുള്ള റിലേഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ചാണ്. എ ബി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ ഇൻറ്റു സൈൻ. ഇവിടെ എത്ര ഡിഗ്രിയാണോ അത്, ഇപ്പോൾ എ ഡിഗ്രി ആണെങ്കിൽ എ ഡിഗ്രി. ഇതായിരുന്നു ആ ഒരു റിലേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ റേഡിയസിന് പകരം ഡയമീറ്റർ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡയമീറ്റർ എന്ന് അറിയാമായിരിക്കുമല്ലോ. ഡയമീറ്റർ എന്ന് വെച്ചാൽ വ്യാസമാണ്. എന്താ ഡയമീറ്റർ? 2 ഇൻറ്റു റേഡിയസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. 2 റേഡിയസ്. ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു റേഡിയസ്, ഇവിടം തൊട്ട് ഇവിടം വരെ വേറൊരു റേഡിയസ്. ഇത് മൊത്തം കൂടെ ചേരുമ്പോൾ 2 റേഡിയസ് ആണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത്. 2 ആരങ്ങൾ ചേരുമ്പോൾ ഇതിൻ്റെ വ്യാസമായി. അപ്പോൾ ഈ എ ബി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ ഇൻറ്റു സൈൻ എ ഡിഗ്രിയിൽ ഈ 2 ഇൻറ്റു ആർ എന്ന് പറയുന്നത് ആരാ? സത്യത്തിൽ അതൊരു ഡയമീറ്റർ അല്ലേ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എ ബിനെ ഇങ്ങനെ എഴുതാം, ഡയമീറ്റർ ഇൻറ്റു സൈൻ എ ഡിഗ്രി എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡയമീറ്റർ ഇൻറ്റു എന്തെന്നും എഴുതാം? സൈൻ എ ഡിഗ്രി എന്നും എഴുതാം. ശരി, നേരെ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇപ്പോൾ ഇതാണ് ഈ ഒരു എന്താണ് ഐഡിയ അല്ലെങ്കിൽ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഞാനിപ്പോൾ ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ വേറെ എങ്ങും പഠിച്ചിട്ടില്ലെങ്കിലോ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതങ്ങ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കാം. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. ഇൻ ദ ഫിഗർ O ഈസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ശരിയാണ്. ചിത്രത്തിൽ O എന്ന് കൊടുത്തിരിക്കുന്ന പോയിൻ്റ് ആ സർക്കിളിൻ്റെ എന്താണ്? സെൻറ്ററാണ്. ആംഗിൾ എ ഈക്വൽ ടു 50 ഡിഗ്രി. കോൺ എ എന്ന് പറയുന്നത് 50 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ബി സി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ബി സി എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ഫൈൻഡ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ആയാൽ ത്രികോണത്തിൻ്റെ പരിവൃത്ത വ്യാസം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓർക്ക് ഈ ഇക്വേഷൻ എടുത്തുകൊണ്ടായിരിക്കും നമ്മളിവിടെ കണക്ക് ചെയ്യാൻ പോകുന്നത്. ഓർത്ത് വെച്ചേക്കുക ഈ ഇക്വേഷൻ എ ബി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു സൈൻ എ ഡിഗ്രി. ഓക്കെ, ഞാനിതൊന്ന് മാറ്റി വരയ്ക്കുകയാണ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കണേ. ഇതാണ് നമ്മുടെ സർക്കിൾ. ഓക്കെ, ഈ സർക്കിളിനകത്താണ് ഈ ട്രയാങ്കിൾ ഇവിടെ ഇവർ ഫോം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, പേരൊക്കെ നമുക്ക് അങ്ങ് കൊടുക്കാം. ഇവർ കൊടുത്തിട്ടുള്ള പേരുകളൊക്കെ കൊടുക്കാം. എന്തൊക്കെ പേരാണ് ഇവിടെ ഉള്ളത്? ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ എന്താണ് സി, ഇവിടെ സെൻറ്റർ ഉണ്ടാകുന്നത് O, പിന്നെ ഇവിടെ 50 ഡിഗ്രി പോരട്ടെ, ഇവിടെ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഇവിടെ ബി സി
ഇവിടെ തന്നിരിക്കുന്ന കോഡ് ആരാ? ബി സി ആണ്. അപ്പോൾ ബി സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ ഇൻറ്റു സൈൻ എ കിടക്കുന്ന ആംഗിൾ അല്ലേ? ആണ്. അപ്പോൾ ബി സി എന്ന് പറയുന്നത് എത്ര? 4 ആണ്. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആറിനെ നമുക്ക് ഡയമീറ്റർ എന്ന് വിളിക്കാം. ഡി ഇൻറ്റു സൈൻ എത്ര ഡിഗ്രി? 50 ഡിഗ്രി. ഓക്കെ. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ ഇവർ കൊടുത്തിട്ടുണ്ടാകും. സൈൻ 50 ഡിഗ്രി എന്ന് പറയുന്നത് 0.77 ആണ്. 0.77 തിരിച്ചെഴുതിയാൽ ഇത് എനിക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ സൈഡുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുകയാണ്. അപ്പോൾ സൈനകത്തൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റല്ലേ. ഡി ഇൻറ്റു 0.77 ഇസ് ഈക്വൽ ടു എന്താണ്? 4. ഡി എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ നിന്നും ഡി എങ്ങനെ കണ്ടുപിടിക്കും? ഈ ആളെ അപ്പുറം കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയല്ലേ, അപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അപ്പുറത്തോട്ട് പോകാം നമുക്ക്. ഡി ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 0.77. ഓക്കെ. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോയിൻ്റ് മാറ്റുക എന്നുള്ളതാണ്. പോയിൻ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. 2 പ്ലേസ്. മേളത്തെ നമ്പറിന് പോയിൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ 2 പ്ലേസ് ആണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 പ്ലേസ് ഉണ്ടെങ്കിലോ 1000 കൊണ്ട് മൾട്ടിപ്ലൈ, 4 പ്ലേസ് ഉണ്ടെങ്കിലോ 10000 കൊണ്ട് മൾട്ടിപ്ലൈ, അത്രയേ ഉള്ളൂ. ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡി ഈസ് ഈക്വൽ ടു മേളിൽ 400 എന്ന് കിട്ടും, താഴെ 7700 എന്ന് എഴുതി 2 പ്ലേസ് മാറ്റി കുത്തിടുക. അതായത് ആ പോയിൻ്റ് അങ്ങ് പോയി, അത് 77 ആയിട്ട് മാറി. ദാറ്റ് ഈസ് 400 ഡിവൈഡഡ് ബൈ 77. ഓക്കെ. ഈ 400നെ 77 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. നമ്മളതിന് ആദ്യം ചെയ്യേണ്ടത് 77ൻ്റെ ഒരു ടേബിൾ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. 77ൻ്റെ ഒരു ടേബിൾ എഴുതുക. അപ്പം ഞാനിവിടെ 77ൻ്റെ ഒരു ടേബിൾ എഴുതാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. 7 ഇവിടെ ഞാൻ 1 എന്ന് കൊടുത്തു. 177 സാർ 77 പ്ലസ് അടുത്ത 77 ആഡ് ചെയ്യാനിവിടെ 154. ഇതിനെന്താന്ന് കൊടുക്കാം നമുക്ക്? 2. വീണ്ടും 77 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 7 5 12 1 13 3 ശിഷ്ടം 2 231. അപ്പോൾ 3. വീണ്ടും 77 ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 8 308. അവിടെ 4 എന്ന് എഴുതാം. വീണ്ടും 77 ആഡ് ചെയ്യാം. ഇവിടെ എത്ര വരും? 5 8 3. ഇപ്പോൾ ഇവിടെ 5 എന്ന് കിട്ടി. ഓക്കെ. 5 77 ആഡ് ചെയ്താൽ 2 16 4 462. ഓക്കെ. ഞാൻ 6 വരെ എഴുതിയിട്ടുള്ളൂ. 10 വരെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഞാൻ 6 വരെ എഴുതിയിട്ടുള്ളൂ. കാര്യം എനിക്ക് 462-നടുത്തുള്ള 400-നടുത്തുള്ള നമ്പർ കിട്ടി. ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. നോക്കിയിരിക്കുക, ഇവിടോട്ട് മാറ്റി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 400 ഡിവൈഡഡ് ബൈ 77. ഇപ്പോൾ ഇവിടെ 77 മുമ്പ് വരുന്നത് ആരാണ്? 385 ആണ്. അത് 5-മതാണ് വരുന്നത്. സോ നമുക്കിവിടെ 5 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം? എന്താണ് 385 എന്ന് എഴുതാം. ഇനി മൈനസ് ചെയ്യാം. ഓക്കെ. നോക്കിക്കോ. ഇവിടെ കടം മേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? 9, ഇവിടെ 10, ഇവിടെ 3. ഓക്കെ. 10ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 5, 9ൽ നിന്ന് 8 പോയാൽ 1. ഓക്കെ. 3 3 പോയാൽ 0. 15-നകത്ത് 77 പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ മേളിൽ എന്ത് ചെയ്യണം? പോയിൻ്റ് കൊടുത്തിട്ട് 0 കൊടുക്കണം. 154 കിടക്കുന്നത്. വീണ്ടും 1 എഴുതാം. അല്ലേ? അതേ നടക്കുള്ളൂ. 1 എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? 77. ഓക്കെ. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ബോറോ ചെയ്യണം. ഓക്കെ. 4, ഇവിടെ 10, 10ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 3, 4ൽ നിന്ന് 14, 14ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 7, 73 എന്ന് തോന്നുന്നു. അപ്പോൾ 73-നകത്ത് 77 അടങ്ങൂലല്ലോ? ഇല്ല. അപ്പോൾ പോയിൻ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. 730 വന്നു. നമ്മുടെ 462 വരെ ഉള്ളൂ. നമുക്ക് പോയിൻ്റ് കഴിഞ്ഞ് മിനിമം 2 പ്ലേസ് എങ്കിലും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 9 13 5. ഓക്കെ. ഇത് 7 ആണ്. വീണ്ടും നമ്മൾ ടേബിൾ ബാക്കി എഴുതാണ് കേട്ടോ. 6 1 6 1 6 8 77 ആഡ് ചെയ്താൽ 7 + 1 + 9 693 കിട്ടി. ഓക്കെ. 693യുടെ കൂടെ 77 ആഡ് ചെയ്താൽ 7 770 കിട്ടും 10. അപ്പോൾ ഇവിടെ 9 എഴുതേണ്ടത്. ഓക്കെ. 9 മതി. ഇനി ചെയ്യുമൊന്നും വേണ്ട. ഇവിടെ നിങ്ങൾ 693 എഴുതി കുറയ്ക്കുകയൊന്നും വേണ്ട. നമുക്കിവിടെ ഇത്രയും കിട്ടിയാൽ മതി. ഈ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിടന്ന് ഓടുന്നത്. ഇത്രയും ചെയ്തത്. ഓക്കെ. ഡി ഈസ് ഈക്വൽ ടു 5.19 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് എന്ത്? ആൻസർ. അപ്പോൾ ഡയമീറ്റർ നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. നമുക്ക് ഡയമീറ്റർ കിട്ടിയിട്ടുണ്ട്. റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഡയമീറ്റർ ആണെങ്കിൽ രണ്ടാമത് പറഞ്ഞ ഇക്വേഷനായിട്ട് ഉപയോഗിക്കണം. ഞാൻ ഇതിനു മുമ്പ് ഇതേപോലൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ റിവിഷൻ ക്ലാസ് 1-ൽ. ഇതിൻ്റെ റിവിഷൻ ക്ലാസ് 1-ൽ നിങ്ങൾ നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു 2 ക്വസ്റ്റ്യൻ നമ്മളിന്ന് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ പോവുകയാണ്. അത് 2025 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമ്മൾ 2025 ഓവറോൾ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, ചെയ്ത് കഴിയും. ഈ 3 റിവിഷൻ ക്ലാസ്സിലായിട്ട് നമ്മൾ 2025 ചോദിച്ച ചോദ്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, അല്ലാത്ത ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കറിയില്ല, സാധാരണ നമുക്ക് പരീക്ഷയ്ക്കെല്ലാം അവസാനത്തെ പേജിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ വരാറുണ്ടല്ലേ, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ ഇൻ ട്രിഗണോമെട്രി ദ റെസിപ്രോക്കൽസ് ഓഫ് സൈൻ ആൻഡ് കോസ് ആർ കാൾഡ് കൊസീക്കൻഡ് ആൻഡ് സീക്കൻഡ്. ഓക്കെ, അപ്പോൾ സൈൻ്റെയും കോസിൻ്റെയും റെസിപ്രോക്കൽസിനെ വിൽക്രമങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്, കൊസീക്കൻഡ് എന്നും സീക്കൻഡ് എന്നും. ദ റെസിപ്രോക്കൽ ഓഫ് ടാൻ ഈസ് കോൾഡ് കോട്ടാൻജൻറ്റ്. അതായത് ടാനിൻ്റെ വിൽക്രമത്തിന് കോട്ടാൻജൻറ്റ് എന്നും പറയും. ഇവയെ ചുരുക്കി കൊസീക്ക്, സീക്ക്, കോട്ട് എന്നിങ്ങനെയാണ് എഴുതുന്നത്. അതായത് ശ്രദ്ധിച്ചിരുന്നത് എന്താ പറഞ്ഞതെന്നുള്ളത്, ഇവരെന്താ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ സൈൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? സൈൻ്റെ ഇക്വേഷൻ എന്താ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, എതിർവശം ബൈ കർണം. കോസ് ഡിഗ്രി കൊടുക്കാം കേട്ടോ, ഡിഗ്രി കൊടുത്ത് വേണം ഇത് എഴുതാൻ. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. അപ്പോൾ കോസ് കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്, ടാൻ എ ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇത് 3 നമുക്കറിയാം, കാര്യം ഇത് 3 നമ്മളെവിടെ പഠിക്കുന്നതാണ്, ടെക്സ്റ്റിൽ പഠിക്കുന്നതാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇത് 3. ഇവരിവിടെ പറഞ്ഞേക്കുന്നത് ഇവരെ റെസിപ്രോക്കൽസ്. ആരുടെ റെസിപ്രോക്കൽസ്, സൈൻ്റെ റെസിപ്രോക്കൽ എങ്ങനെ എഴുതുക? ഇപ്പോൾ ഒരു നമ്പറിൻ്റെ റെസിപ്രോക്കൽ എങ്ങനെ നിന്നാൽ 5ൻ്റെ റെസിപ്രോക്കൽ എങ്ങനെ എഴുതുക? 5ന് നമുക്ക് 5/1 എന്ന് എഴുതാം അല്ലേ. എൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്തുവാ, 1/5 ആണ്, തിരിച്ചിട്ടാൽ മതി. അപ്പോൾ സൈൻ എന്ന് പറയുന്നതിൻ്റെ റെസിപ്രോക്കൽ എന്തുവാ, 1/sin A. ഓക്കെ, കോസിൻ്റെയോ 1/cos A, ടാനിൻ്റെയോ 1/tan A. ഇപ്പോൾ ഇവിടെ പറയുന്നത് സൈൻ്റെ റെസിപ്രോക്കലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊസീക്കൻ്റ് എന്ന്. എന്തുവാ, കൊസീക്കൻ്റ്. കോസിൻ്റെത് വിളിക്കുന്നതാണ് എന്താണ്, കോസിൻ്റെ വിൽക്രമത്തിന് വിളിക്കുന്നവരാണ് സീക്കൻ്റ്. ടാൻഡേന് വിളിക്കുന്ന പേരാണ് എന്ത്, കോട്ടാൻജൻറ്റ്. ഓക്കെ, അപ്പോൾ സൈൻ്റെത് കൊസീക്കൻ്റ്, കോസിൻ്റെത് സീക്കൻ്റ്, ടാൻ്റെത് കോട്ടാൻജൻറ്റ്. ഇതിനെ ചുരുക്കി 1/sin A എന്ന് പറയുന്നത് കൊസീക്ക് A എന്നും, സീക്കൻഡിനെ സീക്ക് A എന്നും, കോട്ടാൻജൻറ്റിനെ കോട്ട് A എന്ന് നമുക്ക് വിളിക്കാം. ഇവർ എക്സ് ഡിഗ്രി വെച്ച് അവിടെ കേട്ടോ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എക്സ് വെച്ച് പറഞ്ഞു, ഞാനിവിടെ എ വെച്ച് പറഞ്ഞെന്നുള്ളേ, കുഴപ്പമില്ല. നിങ്ങളത് എക്സ് ആയിട്ടോ എ ആയിട്ടോ എടുത്ത് രണ്ടെടുത്താൽ ഇത് പഠിക്കാൻ വലിയ പാടെന്നുള്ള കാര്യമില്ല, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരി, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഇവരെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ് ഈ 2 പെട്ടിക്കകത്ത് കിടക്കുന്ന കാര്യങ്ങൾ ഒരു ധാരണയായെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളും ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവരെ ചോദ്യം എന്തുവാ, സൈൻ എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ്. ഓക്കെ, ശരി, നമുക്കങ്ങ് ചെയ്ത് കളയാതെ. നമുക്ക് സൈൻ എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ്. സൈൻ എക്സ് അവിടെ കിടക്കടാ, സൈൻ എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് എന്ന് നോക്കൂ. കൊസീക്ക് എക്സ് എന്ന് പറയുന്നത്, കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin A. അപ്പോൾ ഇവിടെ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, 1/sin X ആണ്. അപ്പോൾ ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന സൈൻ എക്സും ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സൈൻ എക്സും എന്ത് ചെയ്തു പോകും, വെട്ടി പോകും. ആൻസർ എന്ത് വന്നു, 1. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തുവാ, 1 ആണ്. എ പാർട്ടിന് ആൻസർ കിട്ടി, എത്ര കിട്ടി, 1. അടുത്ത ചോദ്യം, കൊസീക്ക് 60 ഡിഗ്രി എത്രയാണ്, എന്തുവാ, കൊസീക്ക് 60 ഡിഗ്രി. കൊസീക്ക് 60 ഡിഗ്രി എന്ന് പറയുന്നത്, ഈ കൊസീക്ക് എന്ന് വെച്ചാൽ എന്തുവാ, കൊസീക്ക് എന്ന് വെച്ചാൽ 1/sin. അപ്പോൾ കൊസീക്ക് 60 ഡിഗ്രി എന്ന് വെച്ചാൽ എന്തുവാ, 1/sin 60 ഡിഗ്രിയാണ്. 1/sin 60 ഡിഗ്രി. നിങ്ങൾക്ക് സൈൻ, കോസ്, ടാൻ ഇതിൻ്റെ വാല്യൂസ് അറിയാമോ, ടേബിൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ സൈൻ 60 ഡിഗ്രി എത്രയാണെന്ന് അറിയണം. സൈൻ 60 ഡിഗ്രി എത്രയാണ് അറിയാമോ, അത് √3/2 ആണ്. ഓക്കെ, സൈൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, √3/2 ആണ്. അപ്പോൾ കൊസീക്ക് 60 എന്ന് പറഞ്ഞാൽ 1/sin 60 ആണ്, ദാറ്റ് ഈസ് 1/√3/2. ഈ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് അറിയാമോ ഇല്ലെന്ന് എനിക്കറിയില്ല, അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഇപ്പോൾ പഠിക്കുക. ഓക്കെ, ഞാൻ പുതിയൊരു കാര്യം പഠിപ്പിക്കാൻ പോവാണ്, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. A/B/C. ഓക്കെ, ഒരു നമ്പർ മുകളിലും ഒരു ഫ്രാക്ഷൻ താഴെയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സി നേരെ ആരെടുത്ത് പോകണം, എയുടെ അടുത്ത്. A/C/B. ഇതൊരു ഐഡൻറ്റിറ്റി. ഇനി അടുത്തൊരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/B
ദ ഹോൾ ഡിവൈഡഡ് ബൈ സി. അതായത് ഫ്രാക്ഷൻ മുകളിലും ഒരു നമ്പർ താഴെയും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു സി. സി ആരുടെ അടുത്ത് പോകും? ബീൻ്റെ അടുത്ത് പോകും. രണ്ട് കാര്യമാണ്. ഇവിടെ നോക്ക്, ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 1 മുകളിൽ കിടക്കുന്നു. ഓക്കെ, അതിൻ്റെ താഴെ √3/2 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഐഡൻറ്റിറ്റി അല്ലേ. അപ്പോൾ ഈ താഴെ കിടക്കുന്ന 2 ഇവിടെ പോകണം, മുകളിൽ പോകണം. അപ്പോൾ എങ്ങനെ വരും? 1 × 2/√3 ദാറ്റ് ഈസ് 2/√3. ഈ 2/√3 വന്നാൽ ഇതിനെ മാറ്റി എഴുതാൻ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ √3 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല. അത് നമ്മൾ മാറ്റി അതിനെ റാഷണലൈസ് ചെയ്യണം. അതായത് ഇതിൻ്റെ √3 അങ്ങ് ഇല്ലാതാക്കി അവിടെ വേറെ ഏതെങ്കിലും നമ്പർ ആക്കണം. അതിനുവേണ്ടി നമ്മൾ മുകളിലും താഴെ എന്ത് ചെയ്യണം? മുകളിലും താഴെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മുകളിൽ 2√3 എന്ന് വരും, താഴെ √3 × √3 3 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2√3/3. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇപ്പോൾ ഇങ്ങനെയാണ് വന്നെങ്കിലോ 5/√2 എന്നാണ് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? 5/√2 നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും മുകളിലും താഴെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിൽ എന്ത് വരും? 5√2, താഴെ എന്ത് വരും? 2 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. ഇതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അത് പറ്റുമെങ്കിൽ ചെയ്യുക, പറ്റില്ലെങ്കിൽ ഇവിടം വരെയെങ്കിലും ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. 2√3/3 എന്ന് തന്നെ എഴുതുക. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? 2√3/3. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അടുത്ത കോട്ട് 45 ഡിഗ്രി ചോദിച്ചിരിക്കുന്നു. എന്താ ചോദിച്ചിരിക്കുന്നത്? കോട്ട് 45 ഡിഗ്രി. സി പാർട്ട് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് കോട്ട് 45 ഡിഗ്രി. ഈ കോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് എ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/tan A ആണ്. ശരിയല്ലേ? അപ്പോൾ കോട്ട് 45 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1/tan 45 ഡിഗ്രി. ശരിയല്ലേ? കോട്ട് 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1/tan 45 ഡിഗ്രി. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്തിൻ്റെ വാല്യൂ ആണ്? tan 45 ഡിഗ്രീൻ്റെ വാല്യൂ അറിയണം. tan 45 ഡിഗ്രീൻ്റെ വാല്യൂ 1 ആണ്. പഠിച്ചു വെച്ചേക്കുക. tan 45 ഡിഗ്രീൻ്റെ വാല്യൂ എത്രയാണ്? 1. മറക്കരുത്. ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. tan 45 ഡിഗ്രി നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, ഇല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കുക. tan 45 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ഇങ്ങോട്ട് നോക്കൂ, കോട്ട് 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1/1 ദാറ്റ് ഈസ് 1. ഓക്കെ, കോട്ട് 45 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടി അടിപൊളി ക്വസ്റ്റ്യൻ. നമുക്കത് ചെയ്യാം. സീക്ക് 60 ഡിഗ്രി മൈനസ് കൊസീക്ക് 30 ഡിഗ്രി. ഓക്കെ, സീക്ക് 60 ഡിഗ്രി മൈനസ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? സീക്ക് 60 ഡിഗ്രി മൈനസ് കൊസീക്ക് 30 ഡിഗ്രി. കൊസീക്ക് 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സീക്ക് 60 ഡിഗ്രി എന്ന് വെച്ചാൽ എന്തുവാ? 1/ സീക്ക് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? കോസിൻ്റെയാണ്. ഓക്കെ, 1/cos 60 ഡിഗ്രി മൈനസ് 1/ കൊസീക്ക് എന്ന് പറഞ്ഞാൽ ആരെയാണ്? സൈൻ്റെതാണ് അല്ലേ? സൈൻ്റെ അല്ലേ എന്താണ് കൊസീക്ക്? അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? കൊസീക്ക് എന്ന് പറയുന്നത് 1/sin 30 ഡിഗ്രിയാണ്. ഓക്കെ, സീക്ക് കോസിൻ്റെതും കൊസീക്ക് സൈനിൻ്റെതുമാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇനി നമുക്ക് 2 കാര്യങ്ങൾ വേണം. കോസ് 60 ഡിഗ്രിയുടെ വാല്യൂം വേണം, സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂം വേണം. ഓക്കെ, കോസ് 60 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? കോസ് 60 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2. സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് അത് 1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? 1/1/2 മൈനസ് 1/1/2 ദാറ്റ് ഈസ് 1/1/2. ഈ 2 മേളിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെ വരും? 2/1 മൈനസ് 2/1 ദാറ്റ് ഈസ് എന്താണ്? 0. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 0 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇതിൻ്റെ ആൻസർ എന്താണ്? 0. അതാണ്ട് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് 0. അതങ്ങ് ടിക്ക് ചെയ്താൽ മതി, അല്ല അതെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് നല്ലതുപോലെ എഴുതിയെടുത്തിട്ട് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഇവിടെ എന്ത് ചെയ്യുക? നല്ലതുപോലെ മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ ഇതിൻ്റെ ടേബിളും കൂടി ഈ വീഡിയോൻ്റെ അവസാനം എൻഡായിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ ഈ ആംഗിളിൻ്റെ വാല്യൂസ്, ആംഗിളിൻ്റെയും റേഷ്യോൻ്റെയും വാല്യൂസ് ഇവിടെ കൊടുത്തിരിക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് എഴുതിയെടുത്ത് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ പ്രീവിയസ് ഇയറിൻ്റെ റിവിഷനായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ഞാനിവിടെ കൊടുത്തിരിക്കാം. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ടേബിൾ. അപ്പോൾ ഇതാണ് ട്രിഗ്നോമെട്രിയുടെ ടേബിൾ. ഈ ടേബിളും കൂടി എന്ത് ചെയ്യുക? ഒന്ന് എഴുതിയെടുത്തേക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് പ്രോബ്ലം എന്ത് ചെയ്തത്? ഓക്കെ.